കേരള രാഷ്ട്രീയത്തിലെ അതിദയനീയമായ ഒരു അവസ്ഥയിലേക്ക് BJP എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതിൻ്റെ രസകരമെന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോടുകൂടി BJP 36 മണ്ഡലങ്ങളിൽ അതീവ ശക്തരായ പാർട്ടിയാണ്. പക്ഷേ ഈ 36 സ്ഥാനാർത്ഥികളെ എടുക്കാൻ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയ അവസ്ഥ. ദാരിദ്ര്യം. അതായത് നമ്മൾ കണക്ക് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നേമം, വട്ടിയൂർക്കാവ് ഈ രണ്ടിടത്തും 1-ാം സ്ഥാനത്താണ് BJP. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന BJP ഏകദേശം 7000 വോട്ടാണ് രണ്ടിടത്തും ഇവർക്ക് മുന്നിലുള്ളത്. അതുകൊണ്ട് ആര് നിന്നാലും ഈ തദ്ദേശ വോട്ടുകളാണ് കിട്ടുന്നെങ്കിൽ 2 MLA ഉറപ്പാണ്. പിന്നീട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് 34 മണ്ഡലങ്ങളിൽ അതിൽ കുണ്ടറയുണ്ട്, അതിൽ കായംകുളമുണ്ട്, അതിൽ ഹരിപ്പാടുണ്ട്, അതിൽ മലമ്പുഴയുണ്ട്, അതിൽ പാലക്കാടുണ്ട്. ഇങ്ങനെ 34 മണ്ഡലങ്ങളിൽ BJP 40,000-ത്തിലധികം വോട്ട് പിടിച്ചിരിക്കുകയാണ്. ചിലത് BDS കൊടുക്കണമല്ലോ. അതെ, കുറച്ച് കൊടുക്കണം. അല്ല, എന്നാലും BJPക്ക് ഇത്രയും നല്ല ഒരു നേട്ടം അല്ലെങ്കിൽ വേരോട്ടമുണ്ട്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടൊരു സംശയം വരും, എന്നിട്ടും എന്താ ഇവരുടെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞു പോയി എന്നുള്ളത്. അത് മറ്റു ചില സ്ഥലങ്ങളിൽ തീരെ കിട്ടാതെ വരുന്നതുകൊണ്ടാണ്. എന്നാൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭ പിടിക്കണം എന്ന് അവർ തീരുമാനിച്ചു. അത് പിടിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. തൃപ്പൂണിത്തറയും അവർക്ക് അതേ രീതിയിൽ നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഒരു നേട്ടം ഇത്രയും 34 സീറ്റുകൾ അല്ലെങ്കിൽ 36 സീറ്റുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതിൽ 8 സീറ്റ്, ആ 8 സീറ്റ് വിജയിക്കാൻ വേണ്ടിയുള്ള തന്ത്രം മെനയുക എന്നുള്ളതാണ് അവരുടെ നീക്കം. അതനുസരിച്ച് BJP അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി. ഞാൻ പ്രവർത്തനം തുടങ്ങിയെന്ന് പറയുമ്പോൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതല്ല കേട്ടോ, താഴെ തട്ടിലെ വരെയുള്ള മെഷീനറി, അതിന് ഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കാരണം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ മൂവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് താഴെ തട്ട് വരെ അതിനകത്ത് പണം കൊടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് പ്രവർത്തകരെല്ലാം ഒന്നിപ്പിക്കാൻ തുടങ്ങിയിട്ടുള്ള അടിസ്ഥാന വർക്കുകളെല്ലാം അവർ ചെയ്തു തുടങ്ങി. അപ്പോഴാണ് അവരുടെ മുമ്പിൽ ഏറ്റവും വലിയൊരു പ്രതിസന്ധി വരുന്നത്. സ്ഥാനാർത്ഥികൾ ഇതിന് പറ്റിയതില്ല. അതാണ് ഇനിയും വേണ്ടത്. നമ്മൾ ഒരുപക്ഷെ നമുക്ക് കൊട്ടാരക്കരയിൽ ഒരാളിനെ കിട്ടിയില്ലേ അവർക്ക്? 2020-യാണ്. അതിനകത്ത് അല്ലല്ല, രശ്മി കൊട്ടാരക്കരയെ മത്സരിക്കുന്ന കാര്യം സംശയമാണ്. അതൊന്നും മാറുവാണ്. അതായത് ഇത് അവിടെ അഖിൽ കോട്ടാത്തല എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് ഇപ്പോൾ അഖിൽ മാരാർ അദ്ദേഹമാണ് എത്തുന്നത്. അപ്പം അഖിൽ കൊട്ടാരക്കരയെ മത്സരിക്കുന്നതാണ് ഞാൻ കേട്ടത്. അതല്ല, വട്ടിയൂർക്കാവ് സീറ്റിൽ മത്സരിക്കാൻ BJP ഇതുവരെയും ആളെ കണ്ടെത്തിയിട്ടില്ല. ഒരു കാര്യം, പല മണ്ഡലങ്ങളിലും നേരത്തെ തീരുമാനിച്ചിരുന്ന നേതാക്കളെ അവരെ മാറ്റി പുതിയ സ്ഥാനാർത്ഥികൾ വരുന്നു. അല്ലെങ്കിൽ ഇതുപോലുള്ള A++ മണ്ഡലങ്ങളിൽ പോലും ഒരുപക്ഷെ മാറ്റം ഉണ്ടാകാമെന്ന് പറയുന്നത് ശരിയാണോ? ശരിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ പുതുമുഖങ്ങളെയെല്ലാം കൂടുതൽ പരീക്ഷിക്കുക, അടുത്ത തവണ അവർക്ക് ആ മണ്ഡലങ്ങൾ പിടിക്കാൻ സാധിക്കും എന്നുള്ള ലക്ഷ്യം രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതനുസരിച്ചാണ് പോകുന്നതും. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം, ശോഭാ സുരേന്ദ്രനെ 6 മണ്ഡലങ്ങൾ മാടി വിളിക്കുകയാണ്. ശോഭ വരണം, ശോഭ ജയിപ്പിക്കണം എന്നുള്ളതാണ് അവരുടെ നിർദ്ദേശം. പക്ഷേ ആ ശോഭ പാലക്കാടില്ല. പാലക്കാട്ടെ BJP-ക്കാർ ശോഭ ഈ അയലത്ത് കയറരുത് എന്ന നിലപാടിലാണ് നിൽക്കുന്നത്. അവിടെ തന്നെ നോക്കണം, മലമ്പുഴ VS അച്യുതാനന്ദൻ ജയിച്ചുകൊണ്ടിരുന്ന മലമ്പുഴയിൽ ഇത്തവണ വിജയപ്രതീക്ഷയായിട്ടാണ് അവർ കൃഷ്ണകുമാറിനെ ഇറക്കുന്നത്. അപ്പോൾ അവിടെ 1-2 ഇപ്പോൾ എത്ര സ്ഥാനാർത്ഥികളാണ് നമ്മൾ ഇതുവരെ BJP-യുടെ കേട്ടതെന്ന് നോക്കുക. അതിൽ രാജീവ് ചന്ദ്രശേഖർ തെരഞ്ഞെടുപ്പൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം നിയമത്താണ്. V മുരളീധരനുണ്ട്. പിന്നീട് VV രാജേഷ് മേയർ ആയതുകൊണ്ട് ഇത്തവണ മത്സരിക്കില്ല എന്നാണ് പറയുന്നത്. കുമ്മനം രാജശേഖരൻ ആറന്മുളയിൽ മത്സരിക്കാൻ വേണ്ടി PS ശ്രീധരൻപിള്ളയുടെ കാര്യത്തിൽ ഉറപ്പായിട്ടില്ല. ഗവർണർ അവിടെ നിൽക്കട്ടെ എന്നാണ് പറയുമെങ്കിലും PS ശ്രീധരൻപിള്ള ഒരുപക്ഷെ തിരുവല്ലയിലോ ചെങ്ങന്നൂരോ കഴിയാണ്. അത് 10 പേരിൽ നമ്മൾ അറിയപ്പെടുന്ന നേതാക്കൾ, ബാക്കിയെല്ലാം സാധാരണക്കാരായ പ്രവർത്തകർ. പാലക്കാട് ശോഭാ സുരേന്ദ്രനെ വേണ്ടത്? പാലക്കാട് ഇത്തവണ ഏറ്റവും വലിയ ചർച്ചാ വിഷയം രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും. അതായത് സ്ത്രീകൾക്കെതിരായ അതിക്രമം, അതിനെതിരെ BJP ഒരു വുമൺ കാൻഡിഡേറ്റിനെ, അതും കേരളം ഒട്ടാകെ പ്രൊഫൈലുള്ള ശോഭാ മണ്ഡലത്തിൽ പോയാലും വോട്ട് പിടിക്കാൻ കഴിവുള്ള എവിടെ പോയാലും അതെ വോട്ട് കൂട്ടുന്ന വനിതാ നേതാവാണ്. വോട്ട് കൂട്ടുന്ന വനിതാ നേതാവിനെ നിർത്തിയാൽ എന്തൊരു ഇമേജ് ആയിരിക്കും BJP-ക്ക്? അത് പാലക്കാട്ടെ BJP-യുടെ പ്രാദേശിക രാഷ്ട്രീയ പ്രശ്നമാണ്. അവിടെ ശോഭാ സുരേന്ദ്രൻ മാത്രമല്ല, അവിടെ പ്രമീള നിൽക്കുന്ന സമയത്തും അവിടെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കെതിരെയും അവിടെ ശക്തമായ എതിർപ്പുണ്ട്. പക്ഷെ എന്റെ വിഷയം ഇതൊന്നുമല്ല, BJP-ക്ക് നല്ല സ്ഥാനാർത്ഥികളെ വേണം. ഹെലികോപ്റ്റർ കൊണ്ടുവരേണ്ടി വരും. അതെ, പണ്ട് സുരേന്ദ്രൻ അതുകൊണ്ടായിരിക്കും 2 ഒരേ സമയം മത്സരിച്ചത്. അപ്പോൾ അതൊരു പ്രതിസന്ധിയായിട്ട് BJP-യുടെ മുമ്പിൽ നിൽക്കുന്നു എന്നുള്ളതാണ്